ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾക്ക് എല്ലാ കോളേജസിൻ്റെയും ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ട്യൂഷൻ ഫീ നമുക്കറിയാം. ഇനി നമ്മളൊരു കോളേജിലോട്ട് ചേരുമ്പോൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ മെസ് ആൻഡ് ഹോസ്റ്റൽ ഫീ. അപ്പം എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹോസ്റ്റൽ ഫീ എങ്ങനെയാണ് വരിക, മെസ് ഫീ എങ്ങനെയാണ് വരിക, ഈ ട്യൂഷൻ ഫീ കൂട്ടാതെ എക്സ്ട്രാ ആയിട്ട് എത്ര വരും. സ്പെഷ്യൽ ഫീ ഉണ്ട്, അത് ഹോപ്പ്ഫുള്ളി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ആൻഡ് ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹോസ്റ്റൽ ഫീ ആൻഡ് മെസ് ഫീ ഒരുമിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ട്യൂഷൻ ഫീ സ്പെഷ്യൽ ഫീ അല്ലാതെ വേറെ എന്ത് ഫീ, ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീ എത്ര വരും എന്നാണ് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഓരോ കോളേജിൽ വിളിച്ച് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. പക്ഷെ ഇത് 2025 അവർ ഇനി ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ഇത് റഫ്ലി ഈ എമൗണ്ട് ഒക്കെ തന്നെയാവും വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച്, അവിടെ ഫീസാണ് മെസ് ആൻഡ് ഹോസ്റ്റൽ ഫീ ആണ് 89,600. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 75,000. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് 80,000. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് 1,19,000. MES മെഡിക്കൽ കോളേജ് 1,11,300. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് 1,05,500. മലബാർ മെഡിക്കൽ കോളേജ് 97,500. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ 1,18,000. KMCT റഫ്ലി 1,04,000. DM വയനാട് 1,22,000. SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് 1,08,000. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് 1,10,300. ഇനി PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇവിടെ എന്താന്ന് വെച്ചാൽ അവർ പറയുന്ന ഫസ്റ്റ് ഇയറിൽ അവർക്ക് 2,01,480 ആണ് ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീ വരുന്നത്. ബാക്കിയുള്ള ഇയേഴ്സിനൊക്കെ 1,75,000 ആണ്. അടുത്തത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ മെസ് ഫീ വരുന്നത് 57,750 ആൻഡ് ഹോസ്റ്റൽ ഫീ വരുന്നത് 75,000 ആണ്. അപ്പം ഇത്ര കോളേജസിൻ്റെതാണ് ഇപ്പൊ എനിക്ക് അറിയാവുന്നത്. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാവരും ഹോസ്റ്റൽ ഫീ മെസ് ഫീനെ കുറിച്ച് എന്താ പറയാ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇത്. പ്ലസ് നിങ്ങളുടെ എല്ലാവർക്കും നന്നായിട്ട് അഡ്മിഷൻ പ്രോസസ്, കൗൺസിലിംഗ് പ്രോസസ് ഒക്കെ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ടാറ്റാ.